ഹായ്. ഒരു മനോഹരമായ ഒരു പൂന്തോട്ടം ആക്കിയെടുക്കാൻ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കാറുണ്ട്. അങ്ങനെ ഒരു പൂന്തോട്ടം ആക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുന്നത്? ആദ്യം ആ ചെടി കൊണ്ടുവന്ന് നടുന്നു, അത് കഴിഞ്ഞിട്ട് അതിനെ പരിപാലിക്കുന്നു, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, വളമിട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലുണ്ടാകുന്ന കളകളൊക്കെ നീക്കി നല്ല കെയർ കൊടുത്ത് അതിൻ്റെ മണ്ണിനെ ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്തുമൊക്കെ അതിന് വളരാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കും അല്ലേ? എന്നിട്ട് നമ്മൾ എത്ര ക്ഷമയോടെയാണ് ഡെയിലി നമ്മളിത് ചെയ്തു കൊടുക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളിതുപോലെ ചെയ്യാറുണ്ടോ? ഒരു പൂന്തോട്ടം വളർത്തിയെടുക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. ഈ ഒരു ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു ദിവസം നടക്കാൻ പോയത് കൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യത്തിലെത്തണമെന്നില്ല. അതുപോലെ നിങ്ങൾ ഒരു ദിവസം 7 മണിക്കൂർ ഉറങ്ങിയാലും നിങ്ങൾ ആരോഗ്യത്തിലെത്തത്തില്ല. ഡെയിലി നിങ്ങൾ ഹെൽത്തി ഫുഡ് കഴിച്ചാൽ, ഡെയിലി അല്ല, ഒരു ദിവസം നിങ്ങൾ ഹെൽത്തി ഫുഡ് കഴിക്കുന്നു, ബാക്കി ദിവസം നിങ്ങൾ ജങ്ക് ഫുഡ് കഴിച്ചാൽ നിങ്ങൾ ആരോഗ്യത്തിലേക്ക് എത്തത്തില്ല. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ഒരു ഹെൽത്തി ഹാബിറ്റ്സ് ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് ആരോഗ്യത്തിലേക്ക് എത്താനായിട്ട് പറ്റുന്നത്. എങ്ങനെയാണോ നമ്മളൊരു പൂന്തോട്ടത്തെ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നത്, അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തെയും നമ്മൾ കെയർ ചെയ്യേണ്ടത്. നല്ല രീതിയിൽ കെയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് പ്രോപ്പർ റിസൾട്ടിലേക്ക് എത്താനായിട്ട് പറ്റുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഡെയിലി 7 മണിക്കൂർ ഉറങ്ങുന്ന ഒരാളാണോ? ഹെൽത്തി ഫുഡ് കഴിക്കാറുണ്ടോ? ഫിസിക്കൽ എക്സർസൈസ് ഉണ്ടോ? നിങ്ങൾ എന്നും നടക്കാൻ പോകാറുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അതിനെ കുറയ്ക്കാൻ വേണ്ടി നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആക്കാറുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതിനൊക്കെ ഇല്ല എന്നാണ് ആൻസറെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ കറക്റ്റായിട്ട് ഡെയിലി കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശീലിച്ചാൽ നിങ്ങൾക്കും ആരോഗ്യത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളായ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ഒബീസിറ്റി, ഫാറ്റി ലിവർ, ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കാനും പറ്റും. കൃത്യമായിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശീലിച്ചാൽ നിങ്ങൾക്ക് പ്രോപ്പർ റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. നിങ്ങൾ ഡെയിലി 30 മിനിറ്റ് നടക്കാനായിട്ട് പോവുക, അതുപോലെ തന്നെ വെള്ളം കുടിക്കുക, 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ നോക്കുക, 7 മണിക്കൂറെങ്കിലും ഉറക്കം കറക്റ്റാക്കുക. സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, ഹെൽത്തി ഫുഡ് കഴിക്കുക. ഇതൊക്കെ നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് ഫോളോ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് എത്താനായിട്ട് പറ്റും. എങ്ങനെയാണോ നമ്മളൊരു പൂന്തോട്ടത്തെ പരിപാലിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനെയും പരിപാലിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് റിസൾട്ടിലേക്ക് എത്താനായിട്ട് പറ്റുന്നത്. ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുന്ന ഒരാൾക്കറിയാം ഒരു ചെടി കൊണ്ടുവന്ന് നടുമ്പോൾ എത്ര ദിവസം കഴിഞ്ഞാലാണ് പൂ പിടിക്കുന്നതെന്നും അതിന് എന്തൊക്കെ കെയർ കൊടുക്കണമെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തെയും കെയർ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് പ്രോപ്പർ ആരോഗ്യം ഉണ്ടാകുന്നതെന്നുള്ളത് നമ്മളും അറിയണം. ഇപ്പോൾ ഒരു ചെടി നമ്മളൊരു 6 മാസത്തേക്ക് വെള്ളം ഒഴിക്കാതെ നിർത്തിയിരുന്നിട്ട് പെട്ടെന്നൊരു ദിവസം അതിന് 10 ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചാൽ അത് ഉണ്ടാകുമോ അതിനകത്ത്? അതൊരിക്കലും ശാശ്വതമായ ഒരു പരിഹാരമല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യവും. ഒരു 10-12 ദിവസം നമ്മളൊന്നും ചെയ്യാതെ ഇരുന്നിട്ട് ഒരു ദിവസം നടക്കാൻ പോയാൽ അതിന് റിസൾട്ട് കിട്ടത്തില്ല. നമ്മൾ കറക്റ്റായിട്ട് നമ്മളത് ഫോളോ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. ഒരു ചെടിയെ എങ്ങനെ പരിപാലിച്ചു പോകുന്നോ അതുപോലെ തന്നെ കെയർ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആവശ്യമാണ്. അത് നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് റിസൾട്ടിലേക്ക് എത്താനായിട്ട് പറ്റും.
കൺസിസ്റ്റൻസി വേണമെന്ന് മാത്രം അതിന്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് കറക്റ്റായിട്ട് ദിവസവും ചെയ്യാനായിട്ട് ശീലിക്കുക. നമ്മുടെ ശീലങ്ങളാണ് നമ്മളെ അസുഖങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതും അസുഖത്തിലേക്ക് എത്തിക്കുന്നതും. നമുക്കിപ്പോൾ ആരോഗ്യം ഇല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ ഒരു അസുഖം വന്ന ഒരാൾ വിചാരിക്കുകയാണ്, ഞാനിത് നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ എനിക്ക് ഇപ്പം ഇങ്ങനെ വരത്തില്ലായിരുന്നു എന്ന്. അസുഖം വന്നിട്ട് അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? അസുഖം വരാതിരിക്കാനല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ, അതായത് കൺസിസ്റ്റൻ്റായിട്ട് ഒരു കാര്യവും ചെയ്യാത്ത ഒരാളാണെങ്കിൽ, ആരോഗ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ശീലങ്ങൾ ഇന്ന് തന്നെ തുടങ്ങുക. ചെറിയ ശീലങ്ങളാണ്. ഡെയിലി അരമണിക്കൂർ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമയം കണ്ടെത്തി നമ്മളതിന് നടക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തി അത് ചെയ്യുക തന്നെ വേണം. അത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പർ റിസൾട്ടിലേക്ക് എത്താനായിട്ട് പറ്റും. ഞാൻ ജയന്തി പ്രകാശ്. ഇതുപോലെയുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.